SQL ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. ഇതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തു. അപ്പോൾ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം, ഈ ഒരു ഫയൽ ട്രാൻസ്ഫറിങ് കംപ്ലീറ്റ് ആവണം. സോ ഇതിൻ്റെ ഒരു മെസ്സേജ് ബോക്സ് വന്നിട്ടുണ്ടോ, അത് കംപ്ലീറ്റ് ആകുമ്പോൾ എസ് ഓർ നോ എന്ന് നമ്മളതിൽ എസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും വെയിറ്റ് ചെയ്യുക. ദെൻ പിന്നീട് വരുന്ന ഇൻട്രോയിൽ നമ്മൾ ന്യൂ ഇൻസ്റ്റാളേഷൻ എന്നുള്ള ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ പിന്നീട് വരുന്ന ഈ വിൻഡോയിൽ ഒരു ടേംസ് ജസ്റ്റ് ഒന്ന് ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഈ പോർഷൻ കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. ദെൻ പിന്നീട് വരുന്ന ഈ വിൻഡോയിൽ നമ്മൾ ജസ്റ്റ് ഒന്നും മാറ്റങ്ങളൊന്നും വരുത്തണ്ട, ജസ്റ്റ് ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് സോ ഡിഫോൾട്ട് ഇൻസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അവിടെ MS SQL സെർവർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഡിഫോൾട്ട് ഇൻസ്റ്റൻസ് എന്ന് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ചൂസ് ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി അത് MS SQL സെർവർ എന്ന് വരും. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ ഇതിലൊന്നും ചേഞ്ചസ് ഇല്ല, ജസ്റ്റ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. മിക്സഡ് മോഡ് എന്നുള്ള ഓപ്ഷനിലോട്ട് ഇത് സെറ്റ് ചെയ്യണം. എന്നിട്ടൊരു പാസ്വേഡ് സെറ്റ് ചെയ്യണം വേണം. അപ്പോൾ ഒരു യുണീക്ക് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡാറ്റാബേസിൻ്റെ DB ലെവലിലുള്ള സർവീസ് തന്നെ ആയാലും അതല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സ്റ്റുഡിയോയിൽ ഈ ഡാറ്റാബേസ് ഒന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ കൂടെ നമുക്ക് ഈ പാസ്വേഡ് വെച്ചിട്ട് കയറേണ്ടി വരും. അപ്പോൾ എപ്പോഴും ഒരു യുണീക്ക് പാസ്വേഡ് ആണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. സോ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന പാസ്വേഡ് എന്ന് പറയുന്നത് Polosys *123 എന്നുള്ളൊരു യൂണീക്ക് പാസ്വേഡിലാണ് നമ്മൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാറ്. സോ നമ്മൾ P ക്യാപിറ്റലിൽ Polosys എന്ന് ടൈപ്പ് ചെയ്തിട്ട് ദെൻ ദെൻ 123 ഇങ്ങനെയാണ് പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. നമുക്ക് എന്തും കൊടുക്കാം, ജസ്റ്റ് 1 2 3 4 5 എന്നും കൊടുക്കാം. പക്ഷെ നമ്മൾ ഓരോന്നും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോലും മനസ്സിലാവില്ല നമ്മൾ ഏതാണ് ഇവിടെ കൊടുത്തേക്കുന്ന പാസ്വേഡ് എന്നുള്ളത്. സോ നമുക്കിങ്ങനെ ഒരു യൂണീക്ക് പാസ്വേഡ് തന്നെ ഫോളോ ചെയ്യാം. നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിന്നൊന്നുമില്ല, ജസ്റ്റ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. നെക്സ്റ്റ് അടിച്ചിട്ട് ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ടായി. ഇനി ഇതൊന്ന് കംപ്ലീറ്റ് ആവോളം നമ്മൾ വെയിറ്റ് ചെയ്യാം. സോ നമ്മുടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റായി SQL. അപ്പോൾ നമ്മൾ SQL ഇപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തു. പിന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് നമ്മുടെ സോഫ്റ്റ്വെയർ ആണ്. അതിന് ഞാൻ ഇതിൻ്റെ സെറ്റപ്പിൻ്റെ പോർഷനിൽ 7.5 സെറ്റപ്പ് ഞാൻ ഓപ്പൺ ചെയ്തു. എന്നിട്ട് എസ് ക്ലിക്ക് ചെയ്യുക. ദെൻ നെക്സ്റ്റ്. ദെൻ നമുക്കിതൊരു ഫോൾഡറിലോട്ട് സെറ്റപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. നമ്മൾ C എന്നുള്ള ഫോൾഡർ ഒരിക്കലും കൊടുക്കരുത്, കാരണം C ഡ്രൈവ് ഇൻ കേസ് നമ്മുടെ ഡ്രൈവെല്ലാം ഫോർമാറ്റ് ചെയ്യേണ്ടി വന്നാൽ നമുക്കത് റിസ്ക് ആവും. പിന്നെ ഡാറ്റ നമ്മുടെ ഇൻവോയ്സ് ഡിസൈനിങ്ങും കാര്യങ്ങളെല്ലാം ഇതിനകത്തായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ C അല്ലാതെ വേറെ ഏത് ഡ്രൈവ് ഉണ്ടോ ആ ഡ്രൈവിലോട്ട് ഇത് സെറ്റ് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഐക്കൺ വേണമെങ്കിൽ ഐക്കൺ സെറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ മാനുവലി നമുക്ക് ഐക്കൺ ആ ഫോൾഡറിൽ പോയിട്ട് ചൂസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇത് ഐക്കൺ ഇടുന്നില്ല. എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തു. സോ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് അത് കംപ്ലീറ്റ് ആയാൽ ഫിനിഷ് ക്ലിക്ക് ചെയ്യാം. നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഇൻസ്റ്റാളേഷനും കംപ്ലീറ്റ് ആയി. ദെൻ ഇപ്പം നമുക്ക് ഇവിടെ ഒരു പ്രോഗ്രാം ഫയൽസിൽ Polosys ടെക്നോളജീസ് Polosys 7.5 ഇപ്പം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. ഇതാണ് ഇൻസ്റ്റാളേഷൻ ചെയ്ത് കംപ്ലീറ്റ് ആയ ഫയൽസ്. സോ ഈ ഫോൾഡറിലുണ്ടാവും നമ്മുടെ സോഫ്റ്റ്വെയറും എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്തുണ്ട്. സോ ഇത് നമുക്ക് കാണാം, ഇത് Polosys ERPയുടെ ഫയലുണ്ട്. ഇതാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത്. പക്ഷേ ഇത് കുറച്ച് ഓൾഡർ വേർഷനാണ്. പുതിയ അപ്ഡേറ്റ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് അപ്ഡേറ്റ് ഇത് RAR ഫയലായിരിക്കും. അത് ഞാൻ ജസ്റ്റ് എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള ഫോൾഡറിൽ നിന്ന് ഈ ഫയൽസ് എല്ലാം, ഏറ്റവും ലേറ്റസ്റ്റ് ഫയൽസ് എല്ലാം ഞാൻ കോപ്പി എടുത്തു. ജസ്റ്റ് കോപ്പി എടുത്തിട്ട് ഡ്രൈവിൽ എവിടെയാണോ നമ്മുടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ആ ഇൻസ്റ്റാൾ ചെയ്ത ലൊക്കേഷനിൽ ഡയറക്റ്റ് ഈ ഫയൽസ് നമ്മൾ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ റീപ്ലേസ് ചെയ്യാനുള്ളൊരു കൺഫർമേഷൻ ചോദിക്കും. നമ്മൾ റീപ്ലേസ് ചെയ്യുക. ഫുള്ള് ഫയൽ റീപ്ലേസ് ആയി. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഫയലിലോട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ മാറി. ദെൻ ഇത് നമുക്കൊരു ഐക്കണായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഡെസ്ക്ടോപ്പിലിട്ട് ഇതൊന്ന് ഐക്കണായിട്ട് നിന്ന് ഒരു ഷോർട്ട് കട്ടായിട്ട് സെൻഡ് ചെയ്യാം. സോ നമുക്കിത് സോഫ്റ്റ്വെയറിൻ്റെ ഐക്കൺ ഇവിടെ സെറ്റായി. സോ നമുക്ക് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതൊരു കമ്പനിയിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അവിടെ എന്തായാലും ഒരു സെർവർ സിസ്റ്റം ആയതിനുള്ള ഒരു ഡാറ്റാബേസ് എന്തായാലും ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു അഡ്മിനിസ്ട്രേഷൻ പ്രിവിലേജോട് കൂടി വേണം ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം.
അതിൽ റീസ്റ്റോറേഷൻ നടത്താനൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് തന്നെ ഓപ്പൺ ചെയ്യുക. സോ ഞാനിതൊന്ന് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു എസ് ഓർണ ക്വസ്റ്റ്യൻ വന്നു. നമ്മൾ ചെയ്ത് ജസ്റ്റ് ഒരു എസ് കൊടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യുക. സോ ഇവിടെ നിന്നാണ് നമ്മൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ ത്രൂ നമുക്ക് എങ്ങനെ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം എന്നതാണ് ഞാൻ നെക്സ്റ്റ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ എവിടെയെങ്കിലും ഈ ഒരു ഒഴിഞ്ഞ് കിടക്കുന്ന ഏതെങ്കിലും ഒരു പോർഷന് ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ DB കോൺഫിഗ് എന്നുള്ളൊരു ഓപ്ഷൻ വരും. ജസ്റ്റ് ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ ഒരു സെർവർ ഇൻസ്റ്റൻസ് നെയിം ചോദിക്കുന്നുണ്ട്. ഇതിൽ ബൈ ഡിഫോൾട്ടായിട്ട് ./SQL 2008 എക്സ്പ്രസ് എന്നാണ് വരുന്നത്. അപ്പം നമ്മൾ MS SQL സെർവർ എന്നുള്ള ഇൻസ്റ്റൻസിൽ ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഹാഷ് ഇട്ടിട്ട് അതിന് ഇൻസ്റ്റൻസ് നെയിം കൊടുക്കേണ്ടതായിട്ടില്ല. സോ നമ്മൾ ഈ ബാറും അതുപോലെ ഈ ഇൻസ്റ്റൻസ് നെയിമും നമ്മളത് റിമൂവ് ചെയ്യുവാണ്. നമ്മൾ എന്തെങ്കിലും ഇൻസ്റ്റൻസ് അവിടെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഡോട്ട് നിങ്ങൾക്ക് കാണാം. ആ ./SQL 2008 എക്സ്പ്രസ്. അതുപോലെ നമ്മൾ എന്താണ് ഇൻസ്റ്റൻസ് കൊടുത്തേക്കുന്നത് അതാണ് കൊടുക്കേണ്ടത്, ./ഇൻസ്റ്റൻസ് നെയിം. സോ നമ്മൾ MS SQL സെർവറിലാണ് ചെയ്തേക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇവിടെ ഒരു ഡോട്ട് മാത്രം മതി. ആ ഡോട്ട് മാത്രം ഇട്ടിട്ട് നമ്മൾ സെർവർ കോൺഫിഗിൽ ക്ലിക്ക് ചെയ്യുക. സെർവർ കോൺഫിഗിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് സെറ്റപ്പ് ബാർ ക്രിയേറ്റ് DB. ഇവിടെ നിന്നാണ് നമ്മൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ ജസ്റ്റ് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റാബേസ് എവിടെയാണോ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. നമ്മൾ ഒരു കറക്റ്റ് ഒരു പ്രൊഫഷണൽ വേ തന്നെ നമ്മളത് എവിടെയാണെന്നുള്ളത് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ D ഡ്രൈവ് ചൂസ് ചെയ്തു. അതിൽ പ്രോഗ്രാം ഫയൽസിൽ Polosys ടെക്നോളജീസിൽ ഇതിൽ നമ്മുടെ ബാക്കി ഐക്കൺസും കാര്യങ്ങളൊക്കെ ഉള്ള നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ എല്ലാ ഫയൽസും അവിടെയാണുള്ളത്. ഞാൻ ഇവിടെ തന്നെ ജസ്റ്റ് എന്ത് ചെയ്തു, ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ജസ്റ്റ് Polosys DB എന്നുള്ള പേരിലൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. സോ ഈ ഫോൾഡറിൽ നമുക്ക് ഈ ഡാറ്റാബേസ് നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്ന ഡാറ്റാബേസ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. സോ ഞാൻ ജസ്റ്റ് ഒരു ഡാറ്റാബേസിന് പേര് കൊടുക്കുകയാണ് Polosys. ഞാനിപ്പോൾ 75 ഡെമോ DB എന്നാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇതിൽ നമുക്കിത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ആകില്ല. കാരണം നമുക്ക് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഒരിക്കലും സ്പേസ് അവൈലബിൾ അല്ല. സ്പേസ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. സ്പേസിന് പകരം നമുക്കിങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഷോപ്പിൻ്റെ പേരാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഷോപ്പിൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ABC ട്രേഡിംഗ് കമ്പനി എന്നാണെങ്കിൽ ABC ട്രേഡിംഗ് എന്നുള്ള ഒറ്റൊരു വേർഡായിട്ട് ചൂസ് ചെയ്യേണ്ടി വരും. അല്ലാണ്ട് നമുക്ക് സ്പേസ് ഇടാൻ പറ്റില്ല. ABC സ്പേസ് ട്രേഡിംഗ് അങ്ങനെയൊന്നും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റാബേസ് ആക്സെപ്റ്റ് ചെയ്യില്ല, നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് സ്പേസ് വേണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ _ ചൂസ് ചെയ്യാം. _ ഇട്ടിട്ട് എന്ന് ഞാൻ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുവാണ്. ജസ്റ്റ് നെയിം കൊടുത്തു സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ റീസ്റ്റോറിംഗ് എന്നുള്ളൊരു മെനുവിൽ വന്ന് നിൽക്കും. കേസ് അത് കംപ്ലീറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ക്ലോസ് ചെയ്യുക, സോഫ്റ്റ്വെയർ ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഒന്നുകൂടെ സോഫ്റ്റ്വെയർ നമ്മൾ റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ഒന്നുകൂടെ ഓപ്പൺ ചെയ്യുക. അവിടെ എസ് ക്ലിക്ക് ചെയ്യുക. ദെൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് DB കോൺഫിഗ് എന്നുള്ളൊരു ഓപ്ഷൻ വരും. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെടുക്കുക. അതിൽ ഒന്നുകൂടെ സെർവർ കോൺഫിഗ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ആ ഡാറ്റയിൽ നമ്മൾക്കൊരു ബേസിക്കായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ കുറച്ച് ബേസിക്കായിട്ടുള്ള കുറച്ച് ടേബിൾസ് അതിൽ വേണമല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇതൊന്ന് ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ നേരത്തെ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഇൻട്രോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡിഫോൾട്ട് യൂസർ നെയിം ആൻഡ് പാസ്വേഡ് അഡ്മിൻ ആണെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള യൂസർ അങ്ങനെയുള്ളൊരു ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് നമ്മുടെ സോഫ്റ്റ്വെയറിൽ വേണമെന്നുള്ള നിലക്ക് നമുക്ക് സോഫ്റ്റ്വെയറിൻ്റെ ഒരു ബേസ് ആയിട്ടുള്ളൊരു ബാക്കപ്പ് ഇതിൽ റീസ്റ്റോർ ചെയ്യണം. സോ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഫയലായിട്ട് മാറാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബാക്കപ്പ് ഈ ഫയലിലോട്ട് റീസ്റ്റോർ ചെയ്യണം, ഈ ഡാറ്റാബേസിലോട്ട്. സോ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ബാക്കപ്പ് റീസ്റ്റോർ അറ്റാച്ച് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, ഇവിടെ സെലക്ട് ചെയ്തു. എന്നിട്ട് ലോഡ് DB ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡാറ്റാബേസ് ലോഡാവും, നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റാബേസ്. ഗസ് അത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്നുകൂടെ ഇവിടെ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡാറ്റാബേസ് ക്രിയേറ്റ് ആയെന്നാണ് അർത്ഥം. സോ നമുക്കിവിടെ വന്നിട്ട് ഒന്നുകൂടെ ലോഡ് DB ക്ലിക്ക് ചെയ്തിട്ട്
ഇവിടെ ഇതാണ് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡാറ്റാബേസ്. ഇത് ജസ്റ്റ് ഒരു SQL ഡാറ്റയാണ്. ഇത് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഫയലുള്ള ഒരു ഡാറ്റയാക്കി മാറ്റാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഡാറ്റ ക്രിയേറ്റ് ചെയ്തിട്ട് റീസ്റ്റോർ എന്നുള്ള ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക. റീസ്റ്റോർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത ലൊക്കേഷൻ അത് എന്ന് പറയുന്നത് Polosys ERP 7.5 ഇവിടെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള നമ്മുടെ സോഫ്റ്റ്വെയറിന് എല്ലാ ഫയൽസും ഉണ്ടാവും. അവിടെ ഒരു BAK എന്ന് പറയുന്നൊരു ഫയലുണ്ട്. ERP DB 105075 BAK എന്ന് പറയുന്ന ഒരു ബാക്കപ്പ് ഫയലുണ്ട്. ഇത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ERP 1050 എന്നുള്ള പ്രൊജക്റ്റിൻ്റെ 7.5 വേർഷനിൽ സപ്പോർട്ട് ചെയ്യുന്ന ബാക്കപ്പ് ഫയലാണ്. അപ്പോൾ നമ്മൾ ഏത് വേർഷനാണോ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ളൊരു ബാക്കപ്പ് ഫയൽ അതിൻ്റെ ലൊക്കേഷനിലുണ്ടാവും. സോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് 7.5 വേർഷൻ ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ബാക്കപ്പാണ് ഇത്. സോ നമുക്കിതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡു യു വാണ്ട് ടു റീപ്ലേസ് എന്ന് ചോദിക്കും. റീസ്റ്റോർ ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ എസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെറ്റ് ലോഗിൻ DB എന്നുള്ള ഓപ്ഷനിൽ വരിക. ഇപ്പോൾ ഇവിടെ ഡാറ്റാബേസ് ഒന്നും ചൂസ് ചെയ്തിട്ടില്ല. നമ്മൾ ഏത് ഡാറ്റയാണോ നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ആ DB നമ്മളിവിടെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓപ്പൺ DB ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ DB ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റാബേസിൻ്റെ പേര് ഇവിടെ വരും. സോ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബൈ ഡിഫോൾട്ടായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി അതിൻ്റെ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് അഡ്മിനാണ്. സോ അഡ്മിൻ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് കൊടുത്തു. ദെൻ ലോഗിൻ ക്ലിക്ക് ചെയ്യാം. ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു രജിസ്ട്രേഷൻ്റെ വിൻഡോ ആണ് വരുന്നത് സോഫ്റ്റ്വെയറിൻ്റെ. സോ നമ്മളൊരു ബേസിക്കലി അവിടുത്തെ ഒരു ഷോപ്പിൻ്റെ പേര് വെച്ചിട്ടാണ് നമ്മളൊരു ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ടത്. ഇതിൽ റെഡിൽ മെൻഷൻ ചെയ്തേക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ബൈ ഡിഫോൾട്ടായിട്ട് കൊടുക്കേണ്ടതാണ്. സോ നമ്മളൊരു ഡെമോ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവരുടെ കമ്പനിയുടെ പേര്, ദെൻ അഡ്രസ്സ് കൊടുക്കാം. ദെൻ നമുക്ക് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാം. ദെൻ ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്തിട്ട് നമ്മൾ ഡെമോ ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ വേർഷൻ എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ഏത് ടൈപ്പ്, നമ്മൾ 4 വേർഷനെ കുറിച്ച് ഓൾറെഡി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സോഫ്റ്റ് ബില്ല്, ലൈറ്റ് പ്ലസ്, സ്റ്റാൻഡേർഡ് 3 വേർഷനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവർക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത് സോഫ്റ്റ് ബില്ലാണെങ്കിൽ ഇവിടെ ജസ്റ്റ് സോഫ്റ്റ് ബില്ല് ചൂസ് ചെയ്തിട്ട് രജിസ്റ്റർ ഫോർ ഫസ്റ്റ് യൂസ് ഓൺലൈൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതല്ല ലൈറ്റ് പ്ലസ് ആണെങ്കിൽ ലൈറ്റ് പ്ലസ് ചൂസ് ചെയ്തിട്ട് രജിസ്റ്റർ ഫോർ ഫസ്റ്റ് യൂസ് ഓൺലൈൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ സ്റ്റാൻഡേർഡ്. സോ ഞാൻ സ്റ്റാൻഡേർഡ് ചൂസ് ചെയ്തു. എന്നിട്ട് ഈ ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇൻ്റർനെറ്റ് ഉണ്ടായിരിക്കും. ത്രൂ ഇൻ്റർനെറ്റാണ് ഇതിൻ്റെ ഡെമോ രജിസ്ട്രേഷൻ നടക്കുന്നത്. സോ ഫസ്റ്റ് യൂസ് രജിസ്ട്രേഷൻ സക്സസ്ഫുൾ എന്നുള്ളൊരു മെസ്സേജ് വരും. ഇനി ഓൾറെഡി നിങ്ങൾ കസ്റ്റമർ പേ എല്ലാം കഴിഞ്ഞിട്ടുള്ള രജിസ്ട്രേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 12 ഡിജിറ്റ് പ്രൊഡക്റ്റ് സീരിയൽ ഉണ്ടാവും. ആ 12 ഡിജിറ്റ് പ്രൊഡക്റ്റ് സീരിയൽ ഇവിടെ എൻ്റർ ചെയ്തിട്ട് രജിസ്റ്റർ ഓൺലൈൻ ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. പെർമനൻറ്റ് രജിസ്ട്രേഷന് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഡെമോ ആണ്. എന്നിട്ട് അത് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഒന്നുകൂടെ ലോഗിൻ ചെയ്യാം.